യു ആർ ഫ്രം അഹമ്മദ് ബിൻ മെൻമസർ. അപ്പോ നമ്മുടെ ഈജിപ്ഷ്യനായ അഹമ്മദ് ഉണ്ട്, പിന്നെ മലയാളിയല്ലേ, സോറി ബഹ്റൈൻ, മാഷാ അല്ലാഹ്, ഫ്രം ബഹ്റൈൻ ഉണ്ട്, പിന്നെ നമ്മുടെ സ്വന്തം മല്ലു ഉണ്ട്. അപ്പോ നമുക്ക് ആദ്യം മല്ലുവിൽ തുടങ്ങാം. ഞാൻ അറിയാവുന്ന വിനായകൻ കാണാനുണ്ടോ? അങ്ങനെ ഇതെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാം. ഇങ്ങനെയുള്ള മലയാളി ആക്ടേഴ്സ് ഒരുപാടുണ്ട്. ഞാൻ ഇദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഒരു മലയാളി നമ്മുടെ ആക്ടറുടെ പേര് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യൂ. മലയാളത്തിലെ ഒരു പ്രശസ്ത നടൻ, ഒരു നല്ല ഒരു ഫേമസ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റാർ ലെവലിൽ നിൽക്കുന്ന ഒരു നടൻ. പല നടന്മാരെയും മനസ്സിൽ ഓർമ്മയുണ്ടായിരിക്കും. ഞാൻ ഇതിനകത്ത് കുറെ ആൾക്കാരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെലക്ട് അല്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഞാനിതിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിടത്ത് പ്രസ് ചെയ്യാം. ഓക്കെ, യു ക്യാൻ പ്രസ് 1 ഫസ്റ്റ്. ഓക്കെ, പുള്ളി സെലക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാണ്ടായിരിക്കും, പൃഥ്വിരാജ് അല്ലെ? കാണാണ്ടായിരിക്കും, പൃഥ്വിരാജാണ് പുള്ളി സെലക്ട് ചെയ്തിരിക്കുന്നത്. അനക്കല്ലം വാഹദ് ഇത്നെ തലാത്ത അർബ ഖംസ്. ഓക്കെ, ഖലാസ് شوف خلينا فيك صورة كثيرة هنا عشان خلي ركب واحد أي واحد تسوي دقيقة. أوكي. പുള്ളി സെലക്ട് ചെയ്ത് ആരെയും കാണുന്നത്, പുള്ളി സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം പൃഥ്വിരാജിനെ തന്നെയാണ്. പ്രസ് 1 ഫസ്റ്റ്. ഓക്കെ, പ്രസ്. പുള്ളി സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം പൃഥ്വിരാജിനെ തന്നെയാണ്. ഒരു കയ്യിൽ കൊടുക്കും. ഇതിന്റെ ഒരു പരീക്ഷണമായിരുന്നു. ഇനി ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ ഒരു പ്രഡിക്ഷൻ പുള്ളിയുടെ പോക്കറ്റിലിട്ടുണ്ട്. ആ പോക്കറ്റിലിട്ടോ ഒന്ന് കാണിക്കൂ എല്ലാവർക്കും. അങ്ങോട്ട് കാണിക്കൂ പ്ലീസ്. ഒരു നിറഞ്ഞ കൈയ്യടി. നമ്മുടെ 3 പേരുടെയും മനസ്സ് ഇതുപോലെ ആക്കാൻ കഴിഞ്ഞതിന് നെക്സ്റ്റ് ഗിഫ്റ്റ് ഉണ്ട്. ഒന്ന് വിടുന്നു, നമ്മളിങ്ങനെ വെറുതെ വിടുന്നില്ല. അപ്പൊ ഇവർക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. നെക്സ്റ്റ് പ്രോഗ്രാമിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. ഗിഫ്റ്റുകൾ വാങ്ങിക്കാൻ റെഡിയാവണം. കൊണ്ടുവരും. ഒരു കയ്യിൽ കൊടുക്കും. നമ്മുടെ ഇത് നെക്സ്റ്റ് കൊടുക്കുന്ന ഗിഫ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, ആദ്യത്തെ ഗിഫ്റ്റ്. താങ്ക് യു ബഹ്റൈനി.